ബഹുമാനപ്പെട്ട ആരാധ്യരായ തിരുമേനിമാരെ, മെത്രാന്മാരെ ഇരുത്തി അടക്കുന്നത് എന്തിനാണ്? അതിൻ്റെ പിറകിൽ വർത്തിക്കുന്ന യുക്തി എന്താണ്? അതിൻ്റെ പിന്നാമ്പുറം എന്താണ്? ഈ ഒരു ആചാരം എങ്ങനെ, എന്തിനു വേണ്ടി ആവിർഭവിച്ചു എന്ന് ഒരു 3 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ചോദ്യം ഉന്നയിച്ചപ്പോൾ അത് ഉന്നയിച്ച സാഹചര്യം മാർത്തോമാ സഭയുടെ പരമോന്നത അധികാരിയായിരുന്ന ഐറീനിയസ് മെത്രാപ്പൊലിത്ത കാലം ചെയ്തപ്പോൾ അദ്ദേഹത്തെ അടക്കിയ വിധം അത് കേരളത്തിലെല്ലാവരും കാണത്തക്കവണ്ണം മാധ്യമങ്ങളിൽ കൂടെ എല്ലാ ഭവനത്തിലും എത്തിച്ചെരിഞ്ഞതുകൊണ്ട് ന്യായമായും പ്രത്യേകിച്ച് അക്രൈസ്തവരായ ആളുകൾക്ക് ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കുവാൻ താല്പര്യമുണ്ടായിരിക്കും എന്ന ഒരു കരുതലിൽ സഭയുടെ ഔദ്യോഗികമായ നിലപാട് അല്ലെങ്കിൽ സഭ ഇതിന് കൽപ്പിക്കുന്ന ആത്മീയമായ അർത്ഥം ഈ സംസ്ഥാനത്തിനാകമാനം പ്രയോജനമാകുന്ന വിധത്തിൽ ഒന്ന് വിശദീകരിച്ച് നൽകുന്നത് എല്ലാവർക്കും പ്രയോജനമാണ് എന്ന സതുദ്ദേശത്തോടുകൂടെ ഞാൻ ആ ചോദ്യം ഉന്നയിച്ചു. അതുകൊണ്ട് എനിക്ക് വലിയ തിരിച്ചടി പ്രാപിപ്പാനിടയായി. ഇന്നും ആ ഒരേ കാരണത്താൽ മാർത്തോമാ സഭയുടെ ഏറ്റവും വലിയ ശത്രുവായിട്ട് എന്നെ കരുതുന്നു. അതിലുള്ള സന്തോഷം അറിയിച്ചു കൊള്ളുന്നു. അതിനുശേഷം യാക്കോബ സഭയുടെ ബാവ തിരുമേനി അന്തരിച്ചപ്പോഴും അദ്ദേഹത്തെ കസേരയിലിരുത്തി അടക്കി. അപ്പോഴും ഞാൻ ഈ ചോദ്യം ആവർത്തിച്ചു, അതിൻ്റെ അർത്ഥം എന്ത് എന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ പ്രസ്താവിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ മാർത്തോമാ സഭയെപ്പോലെ തന്നെ യാക്കോബ സഭയും പ്രതികരിച്ചു. ഇപ്പോൾ ഞാൻ അവരുടെയും ശത്രുവാണ്. തങ്ങൾ വലിയ പ്രാധാന്യം കൽപ്പിച്ച് ആചരിച്ചു വരുന്ന കാര്യങ്ങളുടെ അർത്ഥം എന്ത് എന്ന് ചോദിക്കുമ്പോൾ അതിത്രമാത്രം ശത്രുതാപരമായ ഒരു ഇടപെടലാണ് എന്ന് ചിന്തിക്കുവാൻ എന്തെങ്കിലും ന്യായമുണ്ടോ? അപ്പോൾ സഭ ആചരിക്കാത്തൊരു കാര്യം ആചരിക്കുന്നു എന്ന് ഞാൻ ആരോപിക്കുകയും അതിൻ്റെ അർത്ഥം എന്താണെന്ന് ഞാൻ ആവശ്യപ്പെടുകയും ചെയ്താൽ ഒരു പക്ഷേ എന്നെ ശത്രുവായി കാണുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ട് എന്ന് നമുക്ക് മാനിക്കാം. എന്നാൽ സഭ വളരെ പ്രാധാന്യം കൽപ്പിച്ച് ഭയഭക്തിയോടെ നിർവഹിച്ചു കൊണ്ടുവരുന്ന ഈ സുപ്രധാന ആചാരം അതിൻ്റെ അർത്ഥം എന്താണ് എന്ന ചോദ്യം ഉന്നയിക്കുമ്പോൾ അത് ശത്രുതയിലേക്ക് വഴി നടത്തേണ്ട യുക്തി എന്താണ് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ ഈ 3 വർഷം കാത്തിരുന്നത് ആർക്കെങ്കിലും, ഇപ്പം മാർത്തോമാ സഭയിലുള്ള ആളുകളായിക്കൊള്ളട്ടെ, യാക്കോബ സഭയിലുള്ള ആളുകളായിക്കൊള്ളട്ടെ, ഓർത്തഡോക്സ് സഭയിലുള്ള ആളുകളായിക്കൊള്ളട്ടെ, ആരുമായിക്കൊള്ളട്ടെ, ഇതിന് വേദപുസ്തകപരമായോ ആത്മീയമായോ അല്ലെങ്കിൽ ദാർശനികമായോ വേണ്ട, സാംസ്കാരികമായോ ശാസ്ത്രീയമായോ എന്തെങ്കിലും അടിസ്ഥാനമോ യുക്തിയോ ഉണ്ടെങ്കിൽ അവർ വെളിപ്പെടുത്തട്ടെ എന്ന പ്രതീക്ഷയിലാണ്. എന്നാൽ ഈ 3 വർഷം കാത്തിരുന്നിട്ടും ആരും ഇതിൻ്റെ ഗുട്ടൻസ് വെളിയിൽ കൊണ്ടുവരാത്തത് കൊണ്ട്, അത് വെളിപ്പെടുത്തുവാൻ കൂട്ടാക്കാത്തത് കൊണ്ട് ഞാൻ അതിന് ഉരുമ്പെടുകയാണ്. ഞാനതിനുള്ള സാഹസികത കാണിക്കാൻ പോകുകയാണ്. ഈ വീഡിയോയിൽ എന്തുകൊണ്ടാണ് മെത്രാന്മാരെ അവർ മരിച്ചു കഴിഞ്ഞാൽ ഇരുത്തി അടക്കുന്നത് എന്നതിൻ്റെ പിന്നാമ്പുറം വളരെ ലളിതമായും ഹ്രസ്വമായും ഞാൻ നിങ്ങളുമായി പങ്കിടുവാൻ താല്പര്യപ്പെടുകയാണ്. നിങ്ങൾക്കിത് താല്പര്യമുണ്ടാകും എന്നത് എൻ്റെ പ്രതീക്ഷയാണ്, എൻ്റെ ആശ്വാസമാണ്. സുഹൃത്തുക്കളെ, എനിക്ക് ആദ്യമായി നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ വേദപുസ്തകത്തിൽ ഇതിൻ്റെ ന്യായമോ യുക്തിയോ അടിസ്ഥാനമോ അന്വേഷിച്ചാൽ നിങ്ങൾ മനോഹരമായ ഒരു പൂജ്യത്തിൽ ചെന്ന് എത്തും. ഇത് വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ വേദപുസ്തകം നിർദ്ദേശിക്കുന്നതിനനുസരിച്ച് നടത്തുന്ന ഒരു പ്രക്രിയയല്ല. പ്രത്യേകിച്ച് യേശുവിൻ്റെ ദർശനത്തിലോ പുതിയ നിയമ ആത്മീയതയുടെ ഏതെങ്കിലും ഭാഗത്തോട് ചേർന്ന് നിൽക്കുന്നതല്ല.
പിന്നെ ഇത് എവിടെയാണ് ഇതിൻ്റെ ആരംഭം? എവിടെയെങ്കിലും ഒരു ആരംഭം ഉണ്ടാകണമല്ലോ. ആരംഭമില്ലാത്തതായി എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ ഇതിനൊരു ആരംഭമുണ്ട്. ഇതിൻ്റെ ആരംഭം എന്താണെന്ന് ഞാൻ വെളിപ്പെടുത്താൻ പോവുകയാണ്. ഇതിൻ്റെ ആരംഭം സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് മനുഷ്യൻ ഗോത്രവർഗക്കാരായി ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ പ്രാകൃതമായ മതബോധം മാത്രം ഉൾക്കൊള്ളുവാൻ അവനിടയായിരുന്ന കാലഘട്ടങ്ങളിൽ ലോകത്തിലുള്ള പല സംസ്കാരങ്ങളിലും വേറിട്ട് പരസ്പര ബന്ധമില്ലാതെ അവിടെയും ഇവിടെയും ഉടലെടുത്തു വന്ന ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ അവർ വളർത്തിയെടുത്ത മതബോധത്തിൻ്റെ ഇടയിൽ, മത ആചാരങ്ങളുടെ മധ്യത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ഒരു പൊതുവായ മർമ്മമുണ്ട്. അത് മരണത്തെയും ശവസംസ്കാരത്തെയും പറ്റിയുള്ള മർമ്മമാണ്. അതാണ് ഇവിടെ പ്രസക്തമാകുന്നത്. അതിന് ഇംഗ്ലീഷിൽ റിച്വൽസ് ഓഫ് ബെറിയൽ എന്ന് പറയും. റൈറ്റ്സ് ഓഫ് പാസേജ് എന്നും റിച്വൽസ് ഓഫ് ബെറിയൽ എന്നും പറയും. ശവസംസ്കാര സംബന്ധമായ ചടങ്ങുകൾ. അത് ഇക്കാലത്തല്ല, പ്രാകൃത മനുഷ്യൻ സംസ്കാരത്തിൻ്റെ ചരിത്രം ആരംഭിക്കുന്നതിന് മുൻപ് മനുഷ്യൻ തികച്ചും അപരിഷ്കൃതമായ അവസ്ഥയിൽ അജ്ഞാത അന്ധകാരത്തിൻ്റെ ഡാർക്ക്നെസ് ഓഫ് ഇഗ്നറൻസ് പിടിയിൽ അമർന്നിരുന്ന കാലഘട്ടത്തിൽ അവൻ്റെ വിഭാവന അനുസരിച്ച് വാർത്തെടുത്ത സങ്കല്പങ്ങളിൽ ഉൾപ്പെട്ട ഒരു സംഭവമാണ്, ഒരു ഘടകമാണ്. അതെന്താണ്? അത് പല സംസ്കാരങ്ങളിൽ ഈ ഒരു ആശയം നിലനിൽക്കുന്ന നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് ഇപ്രകാരമാണ്: ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ മരണശേഷവും അവൻ ഇരുന്നപ്പോൾ എന്ത് പ്രവൃത്തിയാണ് ചെയ്തത്, ഏത് മേഖലയിലാണ് പ്രവർത്തിച്ചത്, എപ്രകാരമുള്ള സ്ഥാനമാണ് അലങ്കരിച്ചിരുന്നത്, ഏത് തരത്തിലുള്ള അധികാരമാണ് പ്രയോഗിച്ചുകൊണ്ടിരുന്നത്, അത് തന്നെ തുടരും. എന്നാൽ ഒരു വ്യത്യാസമുള്ളത് ശരീരത്തിലാകെയില്ല. ശരീരം നശിച്ചു പോകുമെന്ന് എക്കാലത്ത് മനുഷ്യർക്കറിയാമായിരുന്നു. എന്നാൽ ഈ ശരീരത്തിൽ നിന്ന് മരണം മൂലം അവൻ്റെ ആത്മാവ് വേറിട്ട് കഴിയുമ്പോൾ, ഈ ആത്മാവ് ശരീരത്തിലായിരുന്നപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്, എപ്രകാരമാണ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്, അതുപോലെ തന്നെ ശരീരമില്ലാതെ തുടരും. ആ തുടർച്ചയെ പണ്ടുണ്ടായിരുന്ന കിരാത മതബോധങ്ങളിൽ വളരെയധികം പ്രാധാന്യത്തോടെ മാനിച്ചിരുന്നു. ഒരു ഉദാഹരണം പറയുമ്പോൾ ഇത് കുറച്ചുകൂടെ വ്യക്തമാകുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇങ്ങനെയുള്ള ഉദാഹരണങ്ങൾ പരിചയക്കുറവുള്ളതുകൊണ്ട് അത് അല്പം ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കുകയുള്ളൂ. അത് നമ്മുടെ സാധാരണ അനുഭവത്തിൽ പെടാത്തത് കൊണ്ടാണ് ഞാൻ അനുഭവക്കുറവെന്ന് പറയുന്നത്. ഇതൊരു 50 വർഷം 60 വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഉണ്ടായിരുന്ന അവസ്ഥകളിൽപ്പെട്ട കാര്യങ്ങളാണ് ഈ പറയുന്നത്. 50 അല്ല, 50,000 40,000 50,000 വർഷങ്ങൾക്ക് മുൻപ് ഒരു ആഫ്രിക്കൻ സംസ്കാരത്തിൽപ്പെട്ട ഒരു ഗോത്രവർഗം, an aboriginal tribe in the African context. ഇത് തന്നെ പസഫിക് ഐലൻഡുകളിലും കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ഇടയിൽ സ്ഥിതി ചെയ്തിരുന്ന ശവസംസ്കാര ചടങ്ങ് എന്താണെന്ന് ഞാൻ ഒന്ന് സൂചിപ്പിക്കാൻ പോവുകയാണ്. അവിടെ ഒരു വ്യക്തി മരിക്കുമ്പോൾ ആ ഗോത്രത്തിലുള്ള ഷാമാൻ, SHAMAN, അതായത് അവരുടെ പുരോഹിതൻ്റെ പേരാണ് ഷാമാൻ. ഈ ഷാമാൻ എന്ന വാക്ക് ഈസ്റ്റേൺ യൂറോപ്പിൻ്റെ പശ്ചാത്തലത്തിലാണ് ഉദിച്ചത് എങ്കിലും ആ പദമാണ് ഇപ്പോൾ പൊതുവായി ഉപയോഗിക്കുന്നത്. ഷാമാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ പുരോഹിതന് തുല്യമാണ്. ഗോത്ര മത ആചാരങ്ങൾക്ക് നേതൃത്വം നൽകുകയും
ഗോത്ര മതബോധത്തെ നിലനിർത്തുകയും ചെയ്യുവാൻ പ്രത്യേകമായ കഴിവ് പ്രാപിച്ചുവെന്ന ഗോത്രത്തിലെ അംഗങ്ങൾ പൊതുവെ കണ്ണടച്ച് വിശ്വസിച്ചിരുന്ന വ്യക്തികൾ. അവരുടെ പേരാണ് ഷാമാൻ, SHAMAN. അവരുടെ പ്രത്യേകമായ കഴിവുകൾ എന്താണെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ നിങ്ങൾ ഗൂഗിളിൽ ചെന്നിട്ട് ഷാമാൻ എന്ന വാക്ക് ഒന്ന് ടൈപ്പ് ചെയ്ത് ഒന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്കത് മുഴുവൻ കിട്ടും. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ പുരോഹിത വർഗത്തിൻ്റെ മുന്നോടികളായിരുന്നു ഈ ഷാമാൻസ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഷാമാൻ എന്ന് പറയുന്ന ആ പ്രതിഭാസത്തിൻ്റെ ഒരു പരിഷ്കൃതമായ വേർഷനാണ് നമ്മുടെ കാലത്തെ പുരോഹിത വർഗം. അതെല്ലാ മതത്തിലെയും പുരോഹിത വർഗം ഉപരിപ്ലവമായ ചില വ്യത്യാസങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ അവരുടെ പ്രവർത്തന രീതിയും ലക്ഷ്യങ്ങളും അവർ അവലംബിക്കുന്ന മാർഗങ്ങളും അവരുടെ സങ്കല്പങ്ങളും എല്ലാം ഒന്ന് തന്നെയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. സഭകൾ തമ്മിലുള്ള വ്യത്യാസം വാസ്തവത്തിൽ ഒരു ഉപരിപ്ലവം മാത്രമാണ്. അതുകൊണ്ടാണ് മതങ്ങൾ തമ്മിൽ. അതുകൊണ്ടാണ് യേശു മതം സൃഷ്ടിക്കാൻ വന്നവനല്ല, മനുഷ്യനെ മതത്തിൽ നിന്ന് വിടുവിച്ച് ദൈവത്തോട് സമപ്പെടുത്തുവാൻ വന്നവനാണ് എന്ന് ഞാൻ ആവർത്തിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ അത് എന്തുകൊണ്ടോ ക്രിസ്ത്യാനികൾക്ക് പ്രത്യേകിച്ച് സ്വീകരിക്കാൻ കഴിയാതെ പോകുന്നു. അത് സുവിശേഷത്തിൽ വളരെ പ്രസക്തമായ ഒരു ചിത്രീകരിച്ചിട്ടുള്ള യാഥാർത്ഥ്യമാണെങ്കിലും വചനത്തോട് വേണ്ട പോലെ പരിചയമില്ലാത്തത് കൊണ്ടാണോ, അത് സ്വീകരിപ്പാനുള്ള മടിയുള്ളത് കൊണ്ടാണോ, എന്തുകൊണ്ടോ യേശു വളരെ പ്രാധാന്യം കൽപ്പിച്ച് പ്രസ്താവിച്ചിട്ടുള്ള ഇക്കാര്യം, മതത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് മനുഷ്യരെ വിടുവിക്കാനാണ് ഞാൻ വന്നത് എന്ന് ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ വ്യക്തമായി പ്രസ്താവിച്ചിട്ടുള്ള എന്തുകൊണ്ടോ സ്വീകരിപ്പാൻ ക്രിസ്ത്യാനിക്ക് 2000 വർഷം കഴിഞ്ഞിട്ടും കഴിയാതെ പോകുന്നു എന്ന് വളരെ ശ്രദ്ധേയമാണ്. അത് അതിൽ തന്നെ ഒരു വിഷയമാണ്. അപ്പോൾ ഈ ഗോത്രത്തിൽ ആരെങ്കിലും മരിച്ചാൽ ഷാമാൻ എന്നെ വിളിക്കും. അദ്ദേഹം വന്നിട്ട് എന്ത് ചെയ്യും? അപ്പോൾ ഈ ശവം ഒരു തുണിയിലൊക്കെ പൊതിഞ്ഞ്, അന്നുണ്ടായിരുന്ന തരത്തിലുള്ള വളരെ പ്രാകൃതമായ പൊതിഞ്ഞ് ഷാമാൻ്റെ നേതൃത്വത്തിൽ യാത്രയാണ്. ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഷാമാൻ അവിടെ നിൽക്കും. എന്നിട്ട് പറയും, ഇത് മരണത്തിൻ്റെ ഇടം. ദിസ് ഈസ് ദ പ്ലേസ് ഓഫ് ഡെത്ത്. നമ്മുടെ ശവസംസ്കാര ചടങ്ങിലുള്ള ആരാധനാക്രമത്തിന് പകരം വളരെ ലളിതമായ വിധത്തിൽ ഷാമാൻ ഇത് നിർവഹിക്കുന്നു. ഇത് മരണത്തിൻ്റെ ഇടം. അടുത്ത വാചകം, ഇത് മരണത്തിൻ്റെ ഭവനം. 3-ാമത്തെ സെൻറ്റൻസ്, മരണത്തിൻ്റെ ഭവനം ഇതാ അടഞ്ഞു കിടക്കുന്നു. 4-ാമത്തെ സെൻറ്റൻസ്, മരണത്തിൻ്റെ ഭവനം തുറക്കട്ടെ. അടുത്തായി, ഇതാ മരണത്തിൻ്റെ ഭവനം തുറന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം ആ ഒരു നിലത്ത് ഇടത്ത് ആഞ്ഞ് ചവിട്ടും. ആ ഇടത്ത് വേണം ശവക്കുഴി കുഴിക്കുവാൻ. അവിടെ കുഴി കുഴിച്ച് അവിടെയാണ് ഈ ശവം അടക്കേണ്ടത്. പക്ഷേ ശവം കുഴിയിൽ ഇറക്കുന്നതിന് മുൻപ് ഒരു പ്രക്രിയയുണ്ട്, ഒരു റിച്വലുണ്ട്. അതെന്താണ്? ഷാമാൻ ഈ ശവത്തെ എടുത്ത് പൊക്കാൻ ശ്രമിക്കുന്നു. 9 തവണ പൊക്കാൻ ശ്രമിക്കും. ആദ്യത്തെ തവണ പൊക്കാൻ ശ്രമിക്കുമ്പോൾ ഇതിന് ഭാരമാണ്, പൊങ്ങുന്നില്ല. 2ാമത് പൊക്കാൻ ശ്രമിക്കുമ്പോൾ പൊങ്ങുന്നില്ല, എന്നാൽ ഭാരമിത കുറയുന്നു. 3ാമത് പൊക്കുമ്പോൾ പൊങ്ങുന്നില്ല, പക്ഷേ ഭാരമിത കുറയുന്നു. 4ാമത് വരുമ്പോൾ പൊങ്ങുന്നില്ല, ഭാരമിത വീണ്ടും കുറയുന്നു. അങ്ങനെ കുറഞ്ഞു 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 വന്ന് 9ാമത്തെ പൊക്കിൽ ഇതങ്ങ് പോകും. അങ്ങനെ പൊങ്ങിക്കഴിയുമ്പോൾ ഈ ശവം അടക്കാനുള്ള അനുവാദം ഷാമാൻ നൽകുകയും ഈ ശവത്തെ ഈ കുഴിയിൽ ഇറക്കി വെച്ച് മൂടുകയും ചെയ്യും. എന്തുകൊണ്ടാണ് 9 തവണ ഇത് പൊക്കുന്നതെന്ന് ചോദിച്ചാൽ അവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്. ഓരോ തവണ പൊക്കുമ്പോഴും ഈ മരിച്ചുപോയ വ്യക്തി ഗർഭസ്ഥ ശിശുവിൻ്റെ അവസ്ഥയോട് അടുക്കുന്നു എന്നതാണ് ആ ഗോത്രത്തിൻ്റെ വിശ്വാസം. നമുക്കറിയാം, ഒരു ഗർഭസ്ഥ ശിശു കാലത്തികമായി പ്രസവിക്കപ്പെടണമെങ്കിൽ 10 മാസം വേണം, 10 ലൂണാർ മന്ത്സ്.
അങ്ങനെ ഈ 9 തവണ പൊക്കുമ്പോൾ ഓരോ മാസവും പിന്നിട്ട് ഈ അടക്കാൻ പോകുന്ന ശവം ഒരു ഗർഭസ്ഥ ശിശുവിനെ പോലെ അങ്ങനെ കിടക്കുന്നു എന്നവരുടെ സങ്കല്പമാണ്. അങ്ങനെ അല്ല, പക്ഷെ അത് സങ്കല്പം അങ്ങനെയാണ്. നിവർന്നു കിടക്കുന്ന ശവം ഷാമാൻ ഈ ക്രിയ അതിൻ്റെ മേൽ ചെയ്യുന്നത് കൊണ്ട് അത് ഒരു അമ്മയുടെ ഗർഭത്തിലോ ശിശു എങ്ങനെയാണോ ഈ വളഞ്ഞു കിടക്കുന്നത് അതുപോലെ ആയിത്തീരുന്നു എന്നാണ് അവരുടെ സങ്കല്പം. അതിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഷാമൻ പറയുന്നത്, ഇതാ ശവത്തിൻ്റെ ഭാരം പോയിരിക്കുന്നത്, ഒരു കുഞ്ഞു പോലെ ആയിരിക്കുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ അടക്കുന്നത്? അവരുടെ വിശ്വാസം എന്താണെന്ന് ചോദിച്ചാൽ, ആ ശവത്തെ അങ്ങനെ ഗർഭസ്ഥമായ ഒരു ശിശുവിൻ്റെ അവസ്ഥയിൽ ഈ കുഴിയിൽ വെച്ച് മൂടിക്കഴിഞ്ഞാൽ അത് വീണ്ടും ജനിക്കും, അത് വീണ്ടും ഒരു ശിശുവായി മടങ്ങി വരും. അടക്കുന്ന ശവം എത്ര പ്രായമുള്ള വ്യക്തിയുടേതാണെങ്കിലും സാരമില്ല, അടക്കുമ്പോൾ അതിനെ ഒരു ശിശുവായി വളച്ചൊടിച്ച് പ്രക്രിയയിൽ കൂടെ, ആക്ഷരികമായിട്ടല്ല, ഈ ഷാമാൻ ചെയ്യുന്ന പ്രക്രിയയിൽ കൂടെ ആ ഗോത്രവർഗം വിശ്വസിക്കുന്നത് ഓരോ തവണ പൊക്കും തോറും ഈ ശവം അത് ചുരുങ്ങി അവസാനം ഒരു ഗർഭസ്ഥ ശിശുവിൻ്റെ അവസ്ഥയെ പ്രാപിക്കുന്നു. അപ്പോഴാണ് ഇതിനെ ഇറക്കി വെക്കുന്നത്. കാരണം അങ്ങനെ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് വീണ്ടും ഒരു ശിശുവായി മടങ്ങി വരും. ഇതാണ് ഒരു പ്രത്യാശ. ഇതും ക്രിസ്തുമതവും തമ്മിൽ ബന്ധമൊന്നുമില്ല എന്ന് ഞാൻ പറയേണ്ട കാര്യമുണ്ടോ? ഇത് മനുഷ്യർ എക്കാലത്തും ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ ഗോത്രവർഗങ്ങൾ കഴിഞ്ഞ സഹസ്രാബ്ദങ്ങളായി പാലിച്ചു വന്ന മത പ്രക്രിയകളുടെ ആചാരങ്ങളുടെ സ്വഭാവം ഇങ്ങനെയാണ്. ഞാൻ പസഫിക് ഐലൻഡിൽ ന്യൂഗിനി എന്ന് പറയുന്ന സ്ഥലത്ത് 1960കളിൽ കണ്ടുപിടിച്ച ഒരു കാര്യം, അത് വളരെ പഴക്കമൊന്നുമല്ല, കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ മധ്യഭാഗത്ത് 1960കളിൽ ന്യൂഗിനിയിൽ ഒരു ഐലൻഡ്, ഒരു തുരുത്ത്, അവിടെ വസിക്കുന്ന ഒരു ഗോത്രം, അവർ മുഖ്യമായി ഭക്ഷിച്ചുകൊണ്ടിരുന്ന കിഴങ്ങ് വർഗ്ഗങ്ങളാണ്. അപ്പോൾ ഈ കിഴങ്ങ് വർഗ്ഗങ്ങളുടെ ആവിർഭാവം എന്താണ് എന്ന് അവർക്ക് ന്യായമായും അറിയാൻ താല്പര്യമുണ്ട്. അതിനവർ സൃഷ്ടിച്ച ഒരു കഥയുണ്ട്. ആ കഥ എന്താണ്? ഹൈനുവേൽ എന്ന് പറയുന്ന പകുതി സ്ത്രീയും പകുതി ദൈവവുമായ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ഹാഫ് ഹ്യൂമൻ ഹാഫ് ഗോഡ്. സ്പെല്ലിംഗ് HAINUWELE, ഹനുവേൽ. ന്യൂഗിനി എന്ന് പറയുന്ന ഈ സ്ഥലം, അവിടെയുള്ള ഒരു ഐലൻഡ്, തുരുത്ത്. അപ്പോൾ അവർ വിശ്വസിച്ചിരുന്നത് ഈ ഹനുവേൽ എന്ന് പറയുന്ന ഈ പകുതി ദൈവവും പകുതിയുമായ സ്ത്രീയെ ഒരു ആരാധനാ ചടങ്ങിൽ കൂടെ കീറി മുറിച്ച് ആ ശരീരത്തിൻ്റെ കഷ്ണങ്ങൾ അവിടെയും ഇവിടെയും ചിതറിച്ചിടുവാനിടയായി അവ കിഴങ്ങ് വർഗ്ഗങ്ങളായി രൂപാന്തരപ്പെട്ടു. ഇതാണ് അവിടെ വിശ്വാസം. The semi-divine person of Hanuvel was sliced up into small parts and scattered, and wherever the flesh fell, eventually from the very same spot these tube roots കിഴങ്ങ് വർഗ്ഗങ്ങൾ അവ പൊന്തി വന്നു. അതാണ് അവർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ആഹാര പദാർത്ഥമായ സ്റ്റേപ്പിൾ ഫുഡ് എന്ന് പറയും. അതിൻ്റെ ആവിർഭാവത്തിൻ്റെ ഗുട്ടൻസ് അങ്ങനെയാണ് അവർ മനസ്സിലാക്കിയത്. അതങ്ങനെയല്ല എന്ന് ആരെങ്കിലും അവരോട് പറഞ്ഞാൽ അവർ അമ്പ ചെയ്ത് കൊല്ലുമായിരുന്നു. അതാണ് വിശ്വാസത്തിൻ്റെ സ്വാധീനം എത്ര വലുതാണ് എന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ നാം ഒരു കാര്യം വളരെ ഇറുക്കിപ്പിടിച്ച് വിശ്വസിക്കുന്നത് കൊണ്ട് അതിനകത്ത് എന്തെങ്കിലും അർത്ഥമുണ്ടാകണമെന്നില്ല. മതത്തിൽ വിശ്വസിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകളും വെച്ചു പുലർത്തുന്ന വലിയ തെറ്റിദ്ധാരണ
അവർ ഏതെങ്കിലും കാര്യം വളരെ ശക്തമായി അള്ളിപ്പിടിക്കുന്നെങ്കിൽ അത് സത്യമായിരിക്കും എന്നുള്ളതാണ്. അങ്ങനെയാകാൻ യാതൊരു സാധ്യതയുമില്ല. മനുഷ്യൻ അനേക ആയിരം അന്ധവിശ്വാസങ്ങളെ പിന്തള്ളിയിട്ടാണ് മുൻപോട്ട് പോയത്. പക്ഷേ ഈ അന്ധവിശ്വാസങ്ങൾ നിലവിലിരുന്ന കാലഘട്ടത്തിൽ അതിനെ മനുഷ്യൻ അള്ളിപ്പിടിച്ചിരുന്നു. അതിനെന്തെങ്കിലും കോട്ടം വരുത്തിയാൽ അങ്ങനെ വരുത്തുന്നവനെ കല്ലെറിഞ്ഞു കൊല്ലണം, ഇല്ലാതാക്കണം എന്നത് ദൈവത്തോടുള്ള മനുഷ്യൻ്റെ കടമയാണെന്ന് വിശ്വസിച്ചിരുന്നു. അങ്ങനെയാണ് കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ എത്രയോ ആയിരക്കണക്കിന് യുക്തിപൂർവ്വം ചിന്തിക്കുകയും സത്യത്തെ അന്വേഷിക്കുകയും ചെയ്യുന്ന ആളുകളെ ക്രിസ്തുവിൻ്റെ പേരിൽ പോലും കൊന്നൊടുക്കുവാൻ സ്പാനിഷ് ഇൻക്വിസിഷൻ പോലെയും ഗോവൻ ഇൻക്വിസിഷൻ പോലെയുമുള്ള അതിഭീകര പ്രവർത്തനങ്ങൾ നടത്തിയത് നല്ല ആളുകളാണ്. അവർ അത് ചെയ്യുമ്പോൾ ഏറ്റവും നീതിപൂർവവും ദൈവത്തോട് പ്രതിപത്തി പ്രകടിപ്പിക്കുന്നതുമായ ഒരു വലിയ ദൗത്യമായിട്ടാണ് അവർ ആളുകളെ കൊന്നൊടുക്കി. അപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം നാം വളരെ ആഴത്തിൽ മൂർച്ഛിച്ച വികാരത്തോടെ നാം വിശ്വസിക്കുന്നു, അതുകൊണ്ട് സത്യമാകണമെന്നേ ഇല്ല. അപ്പോൾ അങ്ങനെ കിഴങ്ങുവർഗ്ഗങ്ങളുടെ ആരംഭം ഇങ്ങനെയാണ് എന്ന് വിശ്വസിച്ച ഒരു ഗോത്രവർഗം ഈ ന്യൂ ഗിനി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ഐലൻഡിൽ താമസിച്ചിരുന്നു കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ പകുതി വരെ. അപ്പോൾ ഇങ്ങനെയുള്ള വിശ്വാസങ്ങൾ വേദപുസ്തകത്തിൽ അടിസ്ഥാനമുള്ളതല്ല, യേശുവിൻ്റെ പഠിപ്പീരുകളുമായി വിദൂരബന്ധം പോലുമില്ല. പക്ഷേ അവയെ സ്വീകരിക്കുകയും അവയെ അതുപോലെ തന്നെ ആചരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ആർക്കെങ്കിലും ഗുണമുണ്ടെങ്കിൽ അത് നാം പിടിച്ചു കളയും. ഇപ്പം മെത്രാന്മാരെ സംബന്ധിച്ചിടത്തോളം, തിരുമേനിമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും ആവശ്യം എന്താണ്? ഞങ്ങൾ സാധാരണ ആളുകളല്ല, ഞങ്ങൾ വളരെ പ്രത്യേകതയുള്ളവരാണ്. സാധാരണ ആളുകൾ ചത്തുപോയാൽ അവർ പോയി, ഫുൾ സ്റ്റോപ്പായി. ഞങ്ങൾ ചത്താൽ അത് അവസാനിക്കുകയില്ല. ഇത് ഞാൻ ഉണ്ടാക്കി പറയുന്നതല്ല എന്ന് നിങ്ങൾക്ക് ബോധ്യം വരണമെങ്കിൽ യാക്കോബ ബാവായെ ഇങ്ങനെ അടക്കം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അതിന് മറുപടിയായിട്ട് ഒരു കോറെപ്പിസ്കോപ്പ, ഐപ്പെന്നാണ് അദ്ദേഹത്തിൻ്റെ ഐപ്പ് കോറെപ്പിസ്കോപ്പ നടത്തിയ പ്രതികരണം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അദ്ദേഹം എന്താണ് പറയുന്നത്? ഞങ്ങളുടെ ബാവ കാലം ചെയ്താലും അതേ കസേരയിലിരുന്ന് ഞങ്ങൾക്ക് മാർഗദർശനം നൽകണമെന്നതാണ് ഞങ്ങളുടെ താല്പര്യം, അതാണ് ഞങ്ങളുടെ വിശ്വാസം. അത് ചോദിക്കാൻ താൻ ആരാണ് എന്ന് അദ്ദേഹം പറയുന്നു. അതും ഞാനീ പറഞ്ഞ ഈ ഗോത്രവർഗക്കാരുടെ ശവസംസ്കാര ദർശനവും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ട്? മരിച്ചു കഴിഞ്ഞാലും ജീവിച്ചിരുന്നപ്പോൾ ഏതവസ്ഥയിലായിരുന്നു അത് തന്നെ തുടരുമെന്നാണ് പറയുന്നത്. ഇതിനെന്തെങ്കിലും ഒരു വേദപുസ്തക അടിസ്ഥാനം കാണിക്കാമെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം വാക്കുകളായിരിക്കത്തില്ല, ചീത്തവിളിയായിരിക്കും. കാരണം ഒരു വിധത്തിലും ഇത് ന്യായീകരിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി പരാമർശിക്കുന്നവർ തങ്ങളുടെ ശത്രുക്കളാണ് എന്നവർ പെട്ടെന്ന് ചിന്തിക്കുകയും മറ്റുള്ളവരെ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ഒരു പുരോഹിതൻ്റെയോ മെത്രാൻ്റെയോ വായിൽ നിന്ന് വന്നാൽ അതുപോലെ വിഴുങ്ങുന്നവരാണ് ഈ മണ്ണവിശ്വാസികളെന്ന് നിങ്ങൾക്കറിയാം. ഇത് ഒരു പരിതാപകരമായ അവസ്ഥയാണ്. ഈ ഒരു അവസ്ഥ ആരെങ്കിലും തിരിച്ചറിയട്ടെ എന്ന ഉദ്ദേശത്തോടു കൂടെയാണ് 3 വർഷമായിട്ട് ഞാൻ ഈ കാര്യം ഇതിൻ്റെ വാല് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ പലർക്കും ഇത് മനസ്സിലാകാതെ എന്തിനാണ് ഇതിൻ്റെ പുറകെ പോകുന്നതെന്ന് എന്നോട് ചോദിക്കുന്ന അനേകം പേരുണ്ട്. അവരവിടെ കാര്യം നടത്തിക്കോട്ടെ, ഞാനിതിനകത്ത് കയറിയിടപെടും. അതല്ല ഇവിടുത്തെ പ്രശ്നം. മനുഷ്യരുടെ കണ്ണ് തുറക്കണം. യേശു പറഞ്ഞില്ല, ഞാൻ അന്ധന്മാരുടെ കണ്ണ് തുറക്കാൻ വന്നവനാണ്. ആ ശുശ്രൂഷ തുടർന്നുകൊണ്ടേയിരിക്കണം. അല്ല, ഇങ്ങനെയുള്ള ആചാരങ്ങളിൽ എന്തെങ്കിലും ആത്മീയമായ പൊരുളുണ്ടെങ്കിൽ അത് വെളിപ്പെട്ട് വരട്ടെ. അത് നമുക്ക് എല്ലാവർക്കും സ്വീകാര്യമാകുമല്ലോ, എല്ലാവർക്കും അത് പ്രയോജനമാകുമല്ലോ. അല്ല, ഇത് വെറും അന്ധവിശ്വാസമാണ്, മനുഷ്യരുടെ അന്തസ്സിന് ചേരാത്ത കാര്യമാണ്, മനുഷ്യത്വത്തോട് നിരക്കാത്ത കാര്യമാണ്. ഇതിനെപ്പറ്റി നാം ലജ്ജിക്കേണ്ടതാണ് എന്നതാണെങ്കിൽ ആ സത്യം തിരിച്ചറിയുവാൻ എന്താണ് ഇത്ര പ്രയാസം? അത് സ്വീകരിച്ചാൽ എന്ത് നഷ്ടമാണ് വരാൻ പോകുന്നത്? അന്ധവിശ്വാസത്തെ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നവനാണോ? അല്ല, അന്ധവിശ്വാസത്തിൽ നിന്ന് യേശുവിൻ്റെ വെളിച്ചത്തിലേക്ക്, സത്യത്തിൻ്റെ വെളിച്ചത്തിലേക്ക് ജനവും മതപുരോഹിതന്മാരും
വളർന്നു വരണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നവനാണോ നിങ്ങളുടെ ശത്രു? നിങ്ങൾ ദയവായി ചിന്തിക്കണം. എന്നാൽ പ്രത്യേകമായി ശ്രദ്ധിക്കുക, അർത്ഥമില്ലാത്ത ആചാരങ്ങൾക്കാണ് സഭകൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. ആചാരങ്ങളുടെ അർത്ഥം എന്താണ് എന്ന് അന്വേഷിക്കാത്തത് കൊണ്ടാണ് ആചാരങ്ങളിൽ മാത്രം യേശുവിൻ്റെ മാർഗത്തെ ഒതുക്കുവാൻ ഇവർ ശ്രമിക്കുന്നത്. ഒരു മാർഗത്തെയും ആചാരത്തിൽ ഒതുക്കുവാൻ സാധ്യമല്ല. മാർഗം എന്ന് പറഞ്ഞാൽ, ഇതിനെപ്പറ്റി ഞാൻ വീഡിയോ ചെയ്തതാണ്. മാർഗം എന്ന് പറഞ്ഞാൽ അത് ജീവിതത്തിൻ്റെ ചലനാത്മകതയുടെ പ്രതീകമാണ്. അതിൽ കൂടെ നാം സഞ്ചരിക്കണം. സഞ്ചരിച്ചുകൊണ്ട് ഒരു ആചാരവും നമുക്ക് നിർവഹിപ്പാനോ പാലിപ്പാനോ സാധ്യമല്ല. ആചരിക്കണമെങ്കിൽ ഇരിക്കണം. അങ്ങനെ ക്രിസ്ത്യാനി ഇരിക്കാൻ തുടങ്ങിയിട്ട് 2000 വർഷമായി. ഇനിയൊന്നെങ്കിലും ഒന്ന് എഴുന്നേറ്റ് നടന്നുകൂടെ? അതുകൊണ്ടാണ് യേശു പക്ഷപാത രോഗിയോട് പറഞ്ഞത്, നിൻ്റെ കിടക്ക എഴുന്നേറ്റ് നടക്കുക. ക്രിസ്ത്യാനിയോടാണ് നിന്നതിൽ പറയണം, നിൻ്റെ സീറ്റ് പള്ളിയിലെ ബെഞ്ചില്ലേ അതെടുത്തുകൊണ്ട് നടക്ക്. ഒരു 2 ദിവസവും നടന്നു നോക്കിയാൽ നിനക്ക് നട്ടലിന് ബലമുണ്ടാകും, നിൻ്റെ വ്യക്തിത്വത്തിൽ വെളിച്ചം കയറും. ഈ അന്ധവിശ്വാസത്തിൽ മാത്രം അള്ളിപ്പിടിച്ച് കിടക്കുന്നവൻ വെറും ഇത്തലാണ്, പാരസൈറ്റാണ്. അവൻ നശിച്ചു പോകും. അവന് മനുഷ്യത്വത്തിൻ്റെ പടിവാതിൽ ഒന്ന് ചവിട്ടുവാൻ അവസരമുണ്ടാകുകയില്ല. അതിനെപ്പറ്റിയുള്ള ദുഃഖം കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. എന്നാൽ ഒരു മെത്രാനെ ശവം ഇങ്ങനെ വളച്ചൊടിച്ച് ആ ശവത്തോട് കാണിക്കുന്ന ക്രൂരതകൾ മനസ്സിലാക്കണം. ഒരു ശവം, ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ റൈഗർ മോർട്ടിസ് എന്ന് പറഞ്ഞ കാര്യമുണ്ട്. ശവം അങ്ങ് ഉണങ്ങിയ വടി പോലെയാകും. അത് ചിലപ്പോഴൊക്കെ ഒട്ടിച്ച് വളച്ച് പിടിച്ചാണ് ഞാൻ തിരുത്തുന്നത്. ആ ശരീരത്തോട് ചെയ്യുന്ന ക്രൂരത. അങ്ങനെ ചെയ്താൽ ഇദ്ദേഹം ഈ കസേരയോടുകൂടെ ഒന്ന് സ്വർഗത്തെയോ അല്ലെങ്കിൽ തിരിച്ച് യാക്കോബസഭയോ എന്ന് ഞങ്ങളെ ഉപദേശിക്കുമോ എന്ന് പറയുന്ന ഒരു കോറെപ്പിസ്കോപ്പായി, ഈ പുരോഹിതന്മാരുടെ ഇടയിൽ കോറെപ്പിസ്കോപ്പായി വിളിക്കുന്നത് എന്താണെന്ന് എനിക്കറിയാമോ? കോറൻ എന്നാണ് വിളിക്കുന്നത്. സാധാരണ മനുഷ്യർക്ക് അറിയാൻ വിചാരിക്കും. ഞാൻ പലതവണ കേട്ടിട്ടുള്ള ആണ്ട് കോറൻ വരുന്നേ പറയത്തുള്ളൂ. ഈ സാധാരണ വിശ്വാസികൾ കൽപ്പിക്കുന്ന ഒരു വിശുദ്ധിയും ബഹുമാന്യതയും പുരോഹിതർ അവിടെ മൊത്തത്തിൽ കൽപ്പിക്കാറില്ല. കോറൻ വരുന്നു. അങ്ങനെ ഒരു കോറൻ പറഞ്ഞതാണ്, ഞങ്ങളുടെ ബാബ മരിച്ചു കഴിഞ്ഞാലും അതേ കസേരയിലിരുന്ന് ഞങ്ങളെ വഴി നടത്തും എന്ന് പറയണമെങ്കിൽ ആ കോറൻ്റെ അവസ്ഥ എന്തായിരിക്കണം? പണ്ടത്തെ കോരൻ ഇതിൻ്റെ 1000 മടങ്ങ് മുമ്പിലല്ലേ. ഇങ്ങനെയുള്ള കോറന്മാരാണ് നമ്മുടെ മനസാക്ഷിയുടെയും ഭാവിയുടെയും താക്കോൽ വഹിച്ചുകൊണ്ട് നടക്കുന്നതെന്ന് ഓർക്കുമ്പോൾ അത് സ്വീകരിക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ തിരുമേനിമാരെ ഇങ്ങനെ അടക്കുമ്പോൾ പലരും പറയും ഇത് ഹിന്ദുക്കളുടെ സന്യാസവര്യന്മാരെ അങ്ങനെ ഇരുത്തിയാണ് നടക്കുന്നത്. ശരിയാണ്. ഇപ്പം നാരായണ ഗുരുവിനെ ഇരുത്തിയാണ് അടക്കിയിട്ടുള്ളത്. അങ്ങനെ പല സന്യാസവര്യന്മാരെ ഇരുത്തിയടക്കുക, സമാധി എന്ന് പറയും. അതിൻ്റെയും ഉറവിടം ഞാൻ പറഞ്ഞത് തന്നെയാണ്. അതിൻ്റെ ഉറവിടം അറിയണമെങ്കിൽ സഹസ്രാബ്ദങ്ങൾ പുറകോട്ട് പോകണം. അന്ധവിശ്വാസം മാത്രമാണിതെല്ലാം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെ വസ്തുനിഷ്ഠമായി തിരിച്ചറിയാനുള്ള ധൈര്യം വിശ്വാസികൾ ആർജിക്കുകയും യാതൊരു അർത്ഥവും വെളിച്ചവുമില്ലാത്ത ചരക്ക്, ഈ ചപ്പറ, ഈ കച്ചട ഉപേക്ഷിച്ച് പ്രയോജനമുള്ള കാര്യങ്ങളിൽ ശ്രദ്ധയർപ്പിച്ച് സത്യത്തെയും മനുഷ്യൻ്റെ ജീവിത അവസ്ഥകളുടെ അർത്ഥങ്ങളെയും മനസ്സിലാക്കി നമ്മെ ഓരോരുത്തരെയും ഏൽപ്പിച്ചിരിക്കുന്ന അത്ഭുതകരമായ കഴിവുകൾ, താലന്തുകൾ, അവയെപ്പറ്റി നന്ദിയുള്ളവരായും അതിൻ്റെ വില പൂർണ്ണമായി അന്വേഷിക്കുന്നവരായും അങ്ങനെ അനുദിനം വളർച്ചയുടെ സന്തോഷം ജീവിതത്തിൽ അനുഭവിക്കുന്നവരായും തീരുവാൻ നമുക്കിടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും ദൈവം നല്ല ബുദ്ധി നൽകുമാറാകട്ടെ. ആമേൻ.